ഇന്നത്തെ സ്പെഷ്യലൊരു മാംഗോ കുൽഫിയുടെ റെസിപ്പിയാണ്. മാമ്പഴക്കാലമാണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടും പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ അടിച്ചു വെച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുത്ത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് തണുത്ത ശേഷം നമുക്ക് കുൽഫിയുടെ മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിലോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലെല്ലാം നമുക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ സ്റ്റിക്ക് കൂടെ വെച്ച് കൊടുക്കാം. ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചുമ്മാ സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് കൊടുത്ത് നമുക്കതിൻ്റെ മുകളിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി നമുക്കതൊന്ന് ഓവർനൈറ്റൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്